മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ? മനസ്സിലായിട്ടില്ലേ? അതായത് ജിദ്ദയിൽ കഫ്തീരിയയിൽ ജോലി ചെയ്യാണ്. 1500 റിയാൽ ശമ്പളമുണ്ട്. കൊറോണ വന്നപ്പോൾ കച്ചവടമൊക്കെ വളരെ കുറവായി. അപ്പോൾ മുതലാളി പറഞ്ഞു, എങ്ങനെയും നിൽക്ക്, നമുക്ക് കൊറോണയൊക്കെ മാറി കച്ചവടം ഉഷാറാവും എന്ന് പറഞ്ഞു. ഓൻ പറഞ്ഞു, എനിക്ക് 2000 റിയാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിൽക്കൂല, ഹുറൂജ് അടിച്ചെന്നാൾ ഞാൻ പോകുകയാണ് പറഞ്ഞു. മുതലാളി ആകെ സ്വീപ്പായി. കാരണം ഓനാണ്ട് പോയാൽ കഫ്തീരിയാണ് പൂട്ടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഓൻ പറഞ്ഞു, മുതലാളി പറഞ്ഞു, ഞാൻ എന്തടങ്ങേറ് സഹിച്ചതാണെങ്കിലും 1500 എനിക്ക് മുടങ്ങാതെ തരാം, ഇജൊന്ന് നിൽക്കുക. നിൽക്കൂല, ഞാൻ പോവുകയാണ്. ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടെ, എനിക്ക് 2000 എന്തായാലും വേണമെന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ മുതലാളി പറഞ്ഞു, എന്നാ ശരി 2000 എങ്ങനെയും നിൽക്കുക എന്ന് പറഞ്ഞുങ്ങാണ്ട് 2000 അങ്ങോട്ട് തന്നാൽ 500 ദിർഹം എല്ലാ മാസവും ആശുപത്രിക്കാണ് മാറ്റിവെച്ചാളി. എന്താ കാരണം? ഈ വരുമാനം ആശുപത്രിയിലേക്കാണ് എന്നവൻ ആദ്യം കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. ഇതാണ് സംഗതി. അപ്പോൾ വരുമാനത്തിൻ്റെ മുതലിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്ക് അറിയാത്തതാണ് ജോലിക്ക് പോകാത്തതിൻ്റെ കാരണം, വരുമാനം ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം, കുട്ടികളൊക്കെ വലുതായപ്പോൾ ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണമൊക്കെ അതാണ്. ഇതൊന്നുമല്ല ശരിക്ക് മുതലിൻ്റെ യഥാർത്ഥ ഉപയോഗം. ഇതൊക്കെ തൗഫീഖ് ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. മുതലിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയുന്നത് ദാനം കൊടുക്കലാണ്, സദഖ കൊടുക്കലാണ്, ധർമ്മം കൊടുക്കലാണ്. അതിന് അവനാൻ്റെ പൈസ തന്നെ വേണം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ കാട്ടിൽ പോയി മരം വെട്ടിയിട്ട് വിറക് വെട്ടിയിട്ട് കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് ഉണക്ക റൊട്ടി വാങ്ങിക്കഴിച്ചിട്ട് ബാക്കി പൈസ സ്വതക്ക ചെയ്യൽ സ്ഥിരമായി പതിവാക്കിയ ആളായിരുന്നു. മനസ്സിലായില്ല? അതിൻ്റെ ഇടയിൽ കൂടെ പോയോ? ഇല്ലല്ലോ. കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് ഉണക്ക റൊട്ടി വാങ്ങിയിട്ട് ബാക്കി സ്വതക്ക കൊടുക്കും എല്ലാ ദിവസവും. എന്തിനാ ജോലിക്കോണേ? സ്വതക്ക കൊടുക്കാൻ ജോലിക്ക് വരുന്ന ആളാണ് മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ വാപ്പ, ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അബൂ ഹനീഫ ഇമാമിൻ്റെ വാപ്പയാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതഭിപ്രായം പരിഗണിച്ചാലും ഓലൊക്കെ എന്തുകൊണ്ടേ വലുതായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പണത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്കറിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിന് പൈസ ഉണ്ടാക്കണം? മുതലുണ്ടാകാനുള്ള ദുആ എങ്ങനെ? മുതലുണ്ടാകാനുള്ള ദുആ, അല്ലാ പഠിച്ചോനെ എനിക്കൊരുപാട് പൈസ തരണേ അല്ലാ എന്നല്ല. പൈസ ഉണ്ടാകാനുള്ള ദുആ എങ്ങനെ? അല്ലാഹുവേ എനിക്ക് ധാരാളം സക്കാത്തും സദഖയും കൊടുക്കാൻ അവസരം നൽകണേ അല്ലാ. അതാണ്